ചിത്രത്തിൽ കാണുന്ന ഈ ക്യാമറ കേരളത്തിൽ ആലപ്പുഴയിലുള്ള ഒരു മലയാളിയാണ് നിർമ്മിച്ചെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? ഇതാണ് ലോകപ്രശസ്തമായ വാഗീശ്വരി ക്യാമറ. സരസ്വതി ദേവിയുടെ പേരിലുള്ള ഈ ക്യാമറയാണ്. ലോകത്തെ ക്യാമറ പ്രേമികളുടെ ഇടയിലും ലോകത്തെ പല ഭാഗവും കീഴടക്കിയ ഒരു ക്യാമറയാണിത്. സിനിമകളിൽ ധാരാളം നമ്മൾ കണ്ടിട്ടുണ്ടാവും. ശ്രീനിവാസന്റെ വടക്കുനോക്കി യന്ത്രം എന്ന് പറഞ്ഞ സിനിമയിൽ മാമുക്കോയ പറയുന്നുണ്ട്, ഇതിൽ ഒച്ച പതിയില്ല മിസ്റ്റർ എന്ന് പറയുന്ന രംഗവും വളരെ പ്രശസ്തമാണ്. ഇത് വാഗീശ്വരി ക്യാമറയുടെ ചരിത്രമാണ്. 1940-കളിൽ ബ്രിട്ടീഷ് കാലഘട്ടമാണ്. തിരുവിതാംകൂറിൽ നിന്നും പത്മനാഭൻ നായർ എന്ന് പറയുന്ന ഒരാൾ ഒരു ജാപ്പനീസ് ക്യാമറയും കൊണ്ട് ആലപ്പുഴയിലേക്ക് വണ്ടി കയറി ആലപ്പുഴ ഒരു കടയിലെത്തി. കാരണം അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ക്യാമറ വർക്ക് ചെയ്യുന്നില്ല. ആ കാലത്തെ ക്യാമറകൾ നോക്കിക്കഴിഞ്ഞാൽ അക്കോർഡിയൻ പോലെ ഇരിക്കുന്ന വലിയ ക്യാമറകളാണ്. അതിൽ ഈ നീണ്ടിരിക്കുന്ന സാധനത്തിനെയാണ് ബെല്ലോ എന്ന് പറയുന്നത്. ബെല്ലോന് എന്തെങ്കിലും ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ലൈറ്റ് കയറിയ ക്യാമറ വർക്ക് ചെയ്യില്ല. ഇദ്ദേഹം പല സ്ഥലങ്ങളിലും പോയി അന്വേഷിച്ചു, ആർക്കും ഇദ്ദേഹത്തിന് ക്യാമറ നന്നാക്കി കൊടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ആലപ്പുഴയുള്ള കുഞ്ഞു കുഞ്ഞു ഭാഗവതർ എന്ന് പറയുന്ന ഒരു സംഗീതജ്ഞന്റെ കടയിലാണ് ഇദ്ദേഹം എത്തിയത്. അദ്ദേഹത്തിനോട് നന്നാക്കാൻ പറഞ്ഞു. അദ്ദേഹം കുറെ സമയം എടുത്തിട്ടാണെങ്കിലും ഈ ക്യാമറ നന്നാക്കി കൊടുത്തു. പത്മനാഭൻ നായർ വളരെയധികം അതിശയിച്ചു പോയി. കാരണം മുന്നേ ഉള്ള ക്ലാരിറ്റിനെക്കാട്ടും നല്ല ക്ലാരിറ്റിയിൽ ക്യാമറ വരുന്നു. അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു ഭാഗവതരുടെ അടുത്ത്, നിങ്ങൾക്ക് സ്വന്തമായി ഒരു ക്യാമറ ഉണ്ടാക്കിക്കൂടെ? ജപ്പാൻകാരെക്കാട്ടും നല്ല ടെക്നോളജി നിങ്ങൾക്ക് അറിയാമല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് തിരക്ക് കാരണം സമയമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ മകൻ തങ്കപ്പൻ എന്ന് വിളിക്കുന്ന കരുണാകരൻ എന്ന് പറയുന്ന ചെറിയ കുട്ടിയായിരുന്നു അദ്ദേഹമാണ് ഈ $1 മില്യൺ ക്വസ്റ്റ്യൻ പിടിച്ചത്. എന്നാൽ പിന്നെ ഒരു ക്യാമറ ഉണ്ടാക്കി കളയാം. അങ്ങനെയാണ് വാഗീശ്വരി ക്യാമറയുടെ തുടക്കം. കരുണാകരൻ എങ്ങനെ തുടങ്ങണമെന്ന് അറിയാതിരിക്കുമ്പോൾ ക്യാമറ എല്ലാം കൂടെ പൊളിച്ച് ഡിസ്മാൻഡിൽ ചെയ്ത് ഓരോ പാട്ടും മാറ്റി മാറ്റി വെച്ച് പഠനം തുടങ്ങി. അങ്ങനെ അന്നത്തെ കാലത്ത് ബോംബെയിലും മദ്രാസിലൊക്കെ പോയി ഒരുപാട് ആൾക്കാരെ കണ്ട് ഇതിൻ്റെ ടെക്നോളജിയൊക്കെ പഠിച്ചതിന് ശേഷമാണ് ഇതിനെക്കുറിച്ചൊരു ധാരണയായത്. ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു, മാഗസീൻസ് വായിച്ചു. അങ്ങനെ ഫൈനലി കരുണാകരന് ഒരു ഐഡിയ കിട്ടി. റിസർച്ചിന് ശേഷം അങ്ങനെ ക്യാമറ ആദ്യമായി ഉണ്ടാക്കി. നല്ല തേക്ക് മരവും ബ്രാസും നിക്കൽ പെയിൻറ്റും അടിച്ച് ലൈറ്റ് വെയ്റ്റ് കളറിലൊരു ക്യാമറ ഉണ്ടാക്കി. ആദ്യം 250 രൂപയ്ക്ക് ആ കാലത്ത് വിറ്റു. അങ്ങനെ അന്നത്തെ ബ്രിട്ടീഷുകാരെല്ലാം ഈ ക്യാമറ വന്ന് ഇൻട്രസ്റ്റഡ് ആയി. പിന്നീട് ലണ്ടനിൽ പോയി ഫോട്ടോ ഒക്കെ എടുത്ത് ഭയങ്കര എക്സൈറ്റഡ് ആയി. ലോകത്തെ പല ഭാഗത്തുനിന്ന് ഓർഡർ വന്നു തുടങ്ങി. അങ്ങനെ എഡ്വേർഡ് ഡി മെല്ലോ എന്ന് പറയുന്ന ഒരു മാനേജറിനെ വെച്ച് ഇന്റർനാഷണൽ സെയിൽസ് തുടങ്ങി. അന്നത്തെ ശ്രീലങ്ക, സെയിലോൺ, സിംഗപ്പൂർ, മലേഷ്യ, ഭൂട്ടാൻ, നേപ്പാൾ, തായ്ലൻഡ്, ജർമ്മനി വരെ എത്തി. ക്യാമറ എല്ലാം ഉണ്ടാക്കാൻ പറ്റി. പക്ഷേ ലെൻസ് മാത്രം ജർമ്മനിയിൽ നിന്ന് ഇമ്പോർട്ടാണ് ചെയ്തത്. അങ്ങനെ ഒരു കാലത്ത് ലോകം മൊത്തം കീഴടക്കി വാഗീശ്വരി ക്യാമറ. 1970-ന്റെ അവസാനം നോക്കിക്കഴിയുമ്പോൾ ലോകത്ത് പുതിയ ക്യാമറകൾ വന്നു. 35mm, 120mm ഫിലിം ക്യാമറകൾ വന്നു. പുതിയ ബ്രാൻഡുകൾ കൊഡാക്, കാനൺ, നിക്കോൺ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ വാഗീശ്വരി ക്യാമറയുടെ ഡിമാൻഡ് പതുക്കെ താഴെ വന്നു തുടങ്ങി. എന്നാൽ വാഗീശ്വരി ക്യാമറയ്ക്ക് ഒരിക്കലും പുതിയ രീതി അനുസരിച്ചിട്ട് അവർക്ക് എക്സ്പാൻഡ് ചെയ്യാനും സാധിച്ചില്ല. അങ്ങനെ വാഗീശ്വരി ക്യാമറ എന്നെന്നും നമുക്കൊരു ഓർമ്മയായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി.